എന്താ? എന്റെ പേര് ശ്രീധരൻ, ഡ്രൈവറാ. ഓ, എത്ര കൊല്ലമായി വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട്? 14 കൊല്ലമായി. എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ആദ്യം 4 കൊല്ലം കാറിലായിരുന്നു. ബാക്കി 10 കൊല്ലം ദിവാരമളയുടെ ലോറിയിൽ. എന്നിട്ട് എന്താ അവിടുന്ന് പോന്നേ? അത് പിന്നെ 1-2 പറഞ്ഞൊന്ന് തെറ്റി. എന്റെ ചങ്ങാതിയാ, കുഞ്ഞാലി, കിളിയ. അന്ന് ആള് വന്നപ്പോ ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. വനജയുമായിട്ട് എന്താ ബന്ധം? അങ്ങനെ ബന്ധമൊന്നുമില്ല, അറിയാം. അവളുടെ ഭർത്താവിന് ഇവിടെയായിരുന്നു ജോലി. ഞാൻ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. അവള് എന്നോട് പറഞ്ഞിരുന്നു. എനിക്കിപ്പോ ഒരു പുതിയ ലാൻഡ് വന്നിട്ടുണ്ട്. പഴയ വണ്ടി നിങ്ങൾ ഓടിച്ചോ? അപ്പോ താമസം എങ്ങനെയാ? ദിവസവും പോയി വന്നാ മതിയോ അതോ? ഒരു കാര്യം ചെയ്യും, എന്റെ ഒരു സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ അമ്മാന്റെ ചായക്കടയുടെ തൊട്ടടുത്താ. അവിടെ കുടിക്കൂ. എന്താ? അപ്പോ നാളെ മുതൽ വണ്ടി എടുക്കാം അല്ലേ? ഓ ഓ. ആഹാ, എന്താ ഇത്? വണ്ടി മാറിയോ? ഇത് നമ്മുടെ മരക്കമ്പനിക്കാരൻ തോമാസ് പോലാളുടെ വണ്ടിയാ. ഓ, എനിക്കറിയാം. നമ്മുടെ യാക്കൂബ് ഓടിച്ചിരുന്ന വണ്ടിയല്ലേ? അപ്പൊ എന്താ പഴയ വണ്ടി നീ പോന്നേ? അങ്ങനൊന്നുമില്ല, കുറെ നാളായില്ലേ നെട്ടോട്ടം. ഇനി കുറെ നാൾ നാട്ടിൽ കിടന്നോടാ. ഈ ചെകുത്താനും കൂടെ പോന്ന ഒരു റെസ്റ്റ് വേണ്ടടാ നാരായണ. ഇനിയിപ്പോ രാത്രി ആകുമ്പോ വല്ലോടത്തും ചുരുണ്ടു പിടിക്കായിരുന്നു ഉറങ്ങാലോ. ഓ, അല്ലെങ്കിൽ ഇപ്പൊ ഉറക്കമില്ല. ഒരു 100 വിഷന്നാ വേണ്ട, തടി കയറണേ. ഇല്ലി ചെല്ലുമ്പോ മോലാളി അറിയും. പണ്ടത്തെ കളിയൊന്നും ഇനി പറ്റൂല. മുതലാളിന്റെ കണ്ണും പെട്ടെന്ന് കളിയെ നടക്കുള്ളൂ. രാത്രി കാണാം. ഞങ്ങൾ ഇവിടെ തന്നെയാ താമസിക്കാൻ പോണേ. മോലാളിയുടെ ഒരു സ്ഥലമുണ്ടല്ലോ ഇവിടെ. ആഹാ, അപ്പൊ സുഖമല്ലോ. രാത്രി കാണാം. കാണാം. ഇതെങ്ങനെ ചവിട്ടോർത്ത് നിൽക്കുന്നുണ്ടോ? വലിയ കുഴപ്പമില്ല. എന്താ ശ്രീധര, പുതുമണവാളൻ അമ്മായിയമ്മയെ കൊണ്ടുവരുന്ന പോലെ ഒരു സാധനം. എന്ന് വെച്ചാൽ അമ്മാനും അമ്മായും പോലെ. ഇനി കുറച്ചാൾ അമ്മാന്റെ അയലോക്കാരനായിട്ട് കൂടാൻ പോവാ. വളരെ സന്തോഷമായി. വല്ലപ്പോഴും ഒരു 100 അടിക്കാമല്ലോ. പിന്നെന്താ, ഊണ് തീർന്നില്ലല്ലോ. തീരെ തീർന്നാ വെച്ച് തരും. കൈ എഴുതിട്ട് പോവാ. ഹലോ, ഒന്ന് രണ്ടാഴ്ചയായിട്ട് അമ്മായിന്റെ ചോറ് നഞ്ഞിട്ട് ഒരു സുഖം കിട്ടണില്ല. വേണ്ടടാ വേണ്ട, സുഖിപ്പിക്കണ്ട. ഒരു 14 രൂപ 80 പൈസ ഇങ്ങോട്ട് തരാനുണ്ട്, അത് മറക്കണ്ട. ഈ കുരുപ്പിന്റെ ഒരു ഓർമ്മ ശക്തി. രവി വണ്ടി മേടിച്ചോ? ആര് പറഞ്ഞു ഈ വിവരമൊക്കെ? ഒരിക്കൽ ഇവിടെ വന്നിരുന്നു. ഇവിടെ കണ്ട് ഒരു ലോറി കൊടുക്കാനുണ്ടെന്ന് കേട്ട് വന്നതാ. വില കൊണ്ട് ഒത്തില്ല. അവളെവിടെ? ഇവിടെ ചോറ് വിളമ്പി കൊടുക്ക്. നീ ഏത് അരകത്തിനിടയിലാ പോയി കിടന്നേ? ചോറിനാൻ ആളുകൾ വന്നത് കണ്ടില്ലേ? ഞാനൊരുവിടം വെള്ളം കോരാൻ പോയതാ. നിന്ന് വിസ്തരിക്കാതെ വേഗം ചോറ് വിളമ്പടി. അവളോട് ഇത്തിരി മയത്തിൽ പറഞ്ഞാ പോരെ എന്റെ അമ്മണി. മനുഷ്യ, കൂട്ടാഞ്ചോറ് ഞാൻ മുഖത്തേക്ക് ഒഴിച്ചു തരും. എവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ഒരു സഹായാവും, എന്ത് പണിയും ചെയ്യും. എന്നിട്ടിപ്പൊ എന്തായി? തീറ്റയല്ലാതെ മറ്റൊന്നുമില്ല. ആസത്ത് സാരമില്ല. എന്റെ പെങ്ങടെ മോളാ. അളിയൻ 2 ആഴ്ച മുമ്പ് വണ്ടിടിച്ചു മരിച്ചു. തള്ളയില്ല, തന്തയില്ല. ഇറച്ചിയോ മീനോ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. തിന്നീന്ന്.
എന്താ ശ്രീധര എഴുന്നേറ്റേ? ഒന്നുമില്ല, ഒരു കല്ല് അടിച്ചു. പേരോളമ്മ വേണ്ട. മതി മതി ഇങ്ങോട്ടോട്ടെ. ഉം. എന്ത് കൂടിയാണ്ട് ഇങ്ങനെ ഉണ്ടോ ഒരു കൂടി? നാരായണൻ എന്നോട് ഒരു അരക്കുപ്പി ഉണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞത്. പുതിയ താമസമല്ലേ, ഒരാഘോഷമായിക്കോട്ടെ എന്ന് കരുതി. ആഘോഷം ഇന്ന് എനിക്ക് ഉറക്കം കിട്ടൂല. പണ്ടാരടങ്ങാൻ ഈ നശിച്ച നാട്ടിൽ വന്നപ്പോ കണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് ഭ്രാന്താണ്? നിനക്കറിയില്ല, നിനക്കറിയില്ല എന്റെ മനസ്സിന്റെ നീറ്റല്. കുഞ്ഞാലി, മതി മതി. ഒഴിച്ചു കൊടുക്കൂഞ്ഞാലി. നിനക്കറിയോ, ഇന്ന് ഉച്ച കൊണ്ടിട്ടില്ല. വൈകുന്നേരം ഒരു ആംപ്ലേറ്റ് എന്നാ ഇന്ന് രാത്രിയായിട്ടും കഴിക്കൂല. ഉച്ചയ്ക്ക് ഞാൻ എങ്ങനെ ഉണ്ണൂടാ? ആ കണ്ണീര് എന്റെ ചോറിനല്ല വീണത്. ചോറിന്റെ ഒത്തല്ല അതിന് പച്ച തെറി എന്റെ തൊള്ളയിൽ വരണ കേട്ടോ. ഒന്നും ഇല്ലാണ്ടിരിക്കുന്നു. മിണ്ടണില്ല, ഞാൻ പറഞ്ഞു കേട്ടു. ആ ഉച്ചക്ക് എന്തു പറ്റി? നമ്മൾ അമ്മാന്റെ കടയിൽ ഒരു പുതിയ പെണ്ണ് വന്നിട്ടില്ലേ, ആ താറ് അവളെ ചീത്ത പറഞ്ഞതിന് അവളൊന്ന് കരഞ്ഞു. അവളെ കണ്ണീര് മൂപ്പരെ ചോറ്റിലൊന്ന് ഇച്ചിപ്പോയി. അതാണ് പറയണേ. ഓഹോ, ആ കാര്യം പറയാതിരിക്കുക ഭേദം. ആ പാക്കരേട്ടൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന പെണ്ണ. തള്ളയാണെങ്കിൽ ഒരു 4-5 കൊല്ലം മുമ്പേ മരിച്ചുപോയി. ആ വണ്ടി ഇടിച്ചിട്ടോമാര് നിർത്തിയിരുന്നെങ്കിൽ അതിന് വല്ല ഇൻഷുറൻസോ കാര്യങ്ങളോ ഒക്കെ കിട്ടിപ്പോയത്. ഇതിപ്പോ അതും ഇല്ല. ശ്രീധരോ, നാരായണൻ കുപ്പിക്കൊണ്ട് പോരുന്ന് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇങ്ങോട്ടാണെന്ന്. മുഴുവന് കേറ്റിയോ? ഇല്ല, കേറ്റിക്കോളി. കൊടുക്കരുത്. ശ്രീധരോ, ഇത് ഞാനാ, അമ്മാൻ. എടോ, തന്റെ സ്വന്തം പെങ്ങളെ മോളല്ലേടോ ആ പെണ്ണ്. തന്റെ മോളായിരുന്നെങ്കിൽ ഇത്രയും ആളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ചീത്ത പറയൂ? ചീത്തല്ലേ പറഞ്ഞുള്ളൂ, ദേഹോപദ്രവേൽപ്പിച്ചില്ലല്ലോ. അതൊന്നും സഹിക്കുന്നവനാണ്. 3 നേരം ഭക്ഷണം കഴിക്കണ്ടേ? ഇതിനേക്കാൾ നല്ലത് തീട്ടം നിന്നതാ. അതിന് പറ്റാവുണ്ടേ, മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റില്ലല്ലോ. എന്റെ കുട്ടി ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് പോകുന്നേക്കാൾ ഭേദമല്ലേ ഇത്? ഒന്നുമില്ലെങ്കിലും അവളിപ്പോ ഒറ്റയ്ക്കല്ലല്ലോ. ആയ കാലത്ത് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിന് ലാഭമില്ല. ഇപ്പൊ ഞാൻ മെലിഞ്ഞു, അമ്മി തടിച്ചു. ശ്രീധരൻ പറഞ്ഞത് ശരിയാ, പട്ടി തന്നെ ഞാൻ, പട്ടി. എന്റെ മോളെ വഴിയാധാരാക്കിയ ആ വണ്ടിക്കാരെ തലയില് ഇടുത്തി.